സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനിടെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികളുടെ പോരാട്ടവും കനക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി CPM-നെതിരെ ഉയർത്തിയ ഡീൽ ആരോപണത്തിൽ കടുത്ത പ്രതികരണമാണ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. രാഹുൽ ഗാന്ധി ഒരു അഖിലേന്ത്യാ നേതാവാണെന്നും പക്ഷേ ഒരു പ്രാദേശിക നേതാവിൻ്റെ ധാരണ പോലും ഇല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. കെജ്രിവാളിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടത് രാഹുൽ ഗാന്ധിയാണ്. പിന്നെ എന്തുണ്ടായി? AAPക്കെതിരെ കോൺഗ്രസിൻ്റെ നിലപാട് BJPക്കാണ് സഹായമായത്. ഡൽഹിയിൽ കോൺഗ്രസ് BJPയുടെ B ടീമായി. ഹരിയാനയിലും ഇതുതന്നെ ആവർത്തിച്ചു. CPM എന്നും അതിശക്തമായ നിലപാടാണ് BJPക്കെതിരെ സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJPയും CPM നേതാക്കളും തമ്മിൽ അവിശുദ്ധമായൊരു സന്ധി നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ടാണ് അവർക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ കേന്ദ്രം വിട്ടുവീഴ്ച ചെയ്യുന്നതെന്നുമായിരുന്നു കോഴിക്കോട് UDF റാലിയിലെ വീഡിയോ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം. BJPയോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന തനിക്കെതിരെ നിലവിൽ 46 കേസുകളുണ്ടെന്നും CPM നേതാക്കൾ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഒത്തുകളിയുടെ ഭാഗമാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതേസമയം വാശിയേറിയ പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരത്ത് സമ്മർദ്ദത്തെ തുടർന്ന് SDPI സ്ഥാനാർത്ഥി രാജിവെച്ചിരിക്കുകയാണ്. SDPI മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനുമായി വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 745 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫിൻ്റെ ജയം. ആർക്കും മുൻതൂക്കം പ്രവചിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിൽ മഞ്ചേശ്വരത്തുള്ളത്. ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ SDPIക്ക് മേൽ സമ്മർദ്ദമുണ്ടായത്. ഇതിനിടെ കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിൻ്റെ സ്ത്രീവിരുദ്ധ പരാമർശവും വിവാദമായിട്ടുണ്ട്. ലീഗ് നേതാവ് A. ഇർഷാദിനെതിരെ കേസെടുക്കാൻ ജില്ലാ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ UDFനെതിരായ രാഷ്ട്രീയ ആയുധമായി ഇത് ഉപയോഗിക്കാനാണ് LDF നീക്കം. UDF സ്ഥാനാർത്ഥി M. ലിജു തന്നെ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. മോശം പരാമർശം നടത്തിയ A. ഇർഷാദിനെ UDF മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുകയും ലീഗിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.